പോരൂർ ചാരങ്കാവിൽ യുവാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതികരണവുമായി ദൃക്സാക്ഷി സുരേന്ദ്രൻ. തന്റെ കയ്യിലുണ്ടായിരുന്ന കാടുവെട്ട് യന്ത്രം വാങ്ങി മൊയ്തീൻ പ്രവീണിന്റെ കഴുത്തിൽ വീശുകയായിരുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. രാവിലെ 6:40ഓടെയാണ് സംഭവമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാവിലെ എളങ്കൂർ ചാരങ്കാവിലായിരുന്നു അതിദാരുണമായ കൊലപാതകം അരങ്ങേറിയത്. ചാത്തങ്ങോട്ടുപുറം സ്വദേശിയാണ് പ്രവീൺ. മൊയ്തീൻ ചാരങ്കാവ് സ്വദേശിയാണ്. ഇരുവരും ഏറെ നാളായി കാടുവെട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും തമ്മിൽ മുൻപ് തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സംശയമുണ്ട്. താൻ സ്കൂട്ടറിലും പ്രവീൺ ബൈക്കിലുമായി ചാരങ്കാവിലേക്കെത്തി ജോലിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. ഈ സമയം തന്റെ കയ്യിൽ കാടുവെട്ട് യന്ത്രമുണ്ടായിരുന്നു. താൻ വന്നപാടെ തന്റെ കൈവശമുണ്ടായിരുന്ന കാടുവെട്ട് യന്ത്രം മൊയ്തീൻ ചോദിച്ചു വാങ്ങി. ഈ സമയം പ്രവീണും അവിടേക്കെത്തി. തൊട്ടു പിന്നാലെ പ്രവീണിന്റെ പിന്നിലൂടെ പോയി മൊയ്തീൻ കഴുത്തിൽ വീശുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാവിലെ പണിക്ക് വേണ്ടി പോന്ന കാട് വെട്ടണ അതിൽ ഞാൻ പ്രവീണെ കാത്തു നിൽക്കുന്നു. ഇവിടെ ഒരു 6:40 6:45 ഒക്കെ സമയമായിട്ടുണ്ട്. അതിൽ ആ സമയത്ത് പ്രവീൺ ഇവിടെ വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങി. ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെയ്തി എന്ന് പറയുന്ന ചങ്ങായി ഇവിടെ ഈ ഷെഡിലിരിക്കണം. അപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കവുത്തിന് വെട്ടിയത്. എൻ്റെ മുന്നെന്നാണ് ചെയ്തത്. അത് വെട്ടിയിട്ട് മെഷീൻ എറിഞ്ഞാണ് ചെയ്തത്. പിന്നെ ഓഫാക്കാതെ. സുഹൃത്തുക്കാർ അങ്ങനെ ഇതൊന്നുമില്ല. കണ്ട സംസാരം മാത്രമുള്ള, അല്ല വേറെ ബന്ധമൊന്നുമില്ല. ഈ സമയം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. നേരെ പോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പോരൂർ. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.